ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം എത്ര മണിയാണ്? 6 മണി കേട്ടോ. നേരമൊന്നും വെളുത്തിട്ടില്ല. 6 മണിയായിട്ട് എന്താണെന്നറിയില്ല, നേരം വെളുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, ഇന്ന് 1-ാം തീയതിയാണ്, ധനുമാസത്തിലെ 1-ാം തീയതിയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എണീറ്റിട്ടുള്ളൂ കേട്ടോ. കണ്ണ് ഇവിടെ എന്തോ ചുമന്നിരിക്കുകയാണ്. പിന്നെ ചെവിയും ഭയങ്കര വേദന ഉണ്ടാവും, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീറ്റേനെ. ചെവി ഒരു രക്ഷയില്ല. കണ്ടില്ലേ, നേരം വെളുത്തിട്ടില്ല. അപ്പം നമുക്ക് ഓരോരോ പണികൾ വെച്ചിട്ട് ചെയ്ത് തുടങ്ങാം. ഇന്നിപ്പോൾ സുധിച്ചേട്ടന് ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, എന്തോ പറഞ്ഞു, എനിക്ക് കത്തിയില്ല. അപ്പോൾ ഒന്ന് ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. ശുക്രവാടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ചോറ് വെക്കണം. പിന്നെ കറി എന്തിട്ടാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ 1-ാം തീയതി ഉള്ള സമയത്ത് മിക്കവാറും അമ്പലത്തിൽ പോയിട്ട് പൂരി അല്ലെങ്കിൽ മസാല ദോശ തിന്നാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്നലെ സുച്ചനോട് ചോദിച്ചു, രാവിലെ വെക്കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നമുക്ക് പൂരി തിന്നാന്ന് പറഞ്ഞു. പക്ഷേ ശുക്രമണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് ചിലപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കും. പുട്ട് മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര തണവാണ്. വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. ഭയങ്കര തണവാണ്. ചന്ദ്രൻ കറക്റ്റ് ഇങ്ങനെ പകുതി പോലെ ശരിക്കും ആ വട്ടം ഇങ്ങനെ മറഞ്ഞ് നിൽക്കണത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചു. പക്ഷെ ഒരു വല്ലാത്തൊരു നല്ല തണവുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണവാണ്ട്. എനിക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. രക്ഷയില്ല, നല്ല തണവാണ്. അപ്പോൾ ഈ സമയത്ത് നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യൂലേ? എന്നെ കൊണ്ട് പറ്റില്ല ആൾക്കാർ. അപ്പം ഞാൻ വേഗം പോയിട്ട് വാതിലടക്കട്ടെ. അങ്ങനെ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം തുമ്പിക്കുട്ടി നേരത്തെ തന്നെ എണീറ്റ് വരുന്നു. അങ്ങനെ തുമ്പിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. ആളായിട്ട് കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും പണികളിലേക്ക് ഏർപ്പെടാണ്. തുമ്പിക്കുട്ടിക്ക് ഇന്ന് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ആൾ വളരെ കൂളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇടച്ചിലാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് ചെറുപയർ വേവിക്കാനായിട്ട് ഇടുവാണ്ട്. ഇന്ന് ചെറുപയർ ഒലത്താണ് സുക്രുവിന് കൊടുത്തയക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സുചേട്ടന് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം വേറൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സുക്രുവിന് മാത്രം കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചടപടാന്ന് തന്നെ ശരിയാക്കാണ്. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നു. അതൊന്ന് ചൂടാറാനായിട്ട് ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് തുമ്പിക്കുട്ടിക്ക് എടുത്ത് കൊടുത്തിട്ട് അവളവിടെ ഇരുത്തിയതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നു. ചെറുപയർ ഉലത്താനുള്ള നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങുന്നുണ്ട്. പിന്നെ ചോറ് അവിടെ കിടന്ന് വിസിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഉറക്കപ്പിച്ച സൗണ്ട് കേട്ടോ. ഈ കുപ്പി കഴുകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ പാല് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുപ്പി കഴുകി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കഴുകി കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സ്റ്റാർ ഒന്ന് പുറത്ത് തൂക്കിയില്ല, പിന്നെ ഉള്ളിൽ തൂക്കി, സുക്രുവിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. അപ്പോൾ അതൊന്ന് വീഡിയോ കാണിക്കാൻ പറഞ്ഞു കേട്ടോ തുമ്പിക്കുട്ടി. അത് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചാണ്. അപ്പോൾ സുക്രുവിനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എണീപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഒന്ന് പോകുന്നു അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുധിച്ചേട്ടൻ പോവാണ്. അപ്പോൾ സുധിച്ചേട്ടൻ പറയുന്നുണ്ട്, പാല് പിടിക്കാൻ പോയിട്ട് വിറച്ചിട്ടാണ് ദൃശ്യം ഞാൻ വന്നത്, കാരണം അത്രയ്ക്ക് തണുപ്പാണെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര തണവാണ്, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര തണവുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ നമ്മുടെ പുറത്തുള്ള അന്തരീക്ഷം എന്താണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്ന് വീഡിയോ എടുക്കാനായിട്ട്. നല്ല വ്യൂ ആണ് ഞങ്ങളുടെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ സുക്രു എണീറ്റ് സോഫ ഇരിക്കുമ്പോൾ ഞാനിതേ അവിടുത്തെ നമ്മൾ കിടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതപ്പം തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് പിന്നെ നോക്കണ്ട.
ഹലോ, അപ്പം എൻ്റെ എല്ലാ പണികളും ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി കുളിക്കട്ടെ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ പണികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ചോറ് വെച്ചു, നമ്മുടെ ചെറുപയർ ഉപ്പേരി വെച്ചു, ഒരാധികാരികമായി പറയുകയാണെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയാം. പിന്നെ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചൂറ്റി, അതെന്നും ഉണ്ടാവും കേട്ടോ തിളപ്പിച്ചൂറ്റാൻ. പിന്നെന്താ പുട്ടുണ്ടാക്കി, മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കി, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പുട്ടും മുട്ട പുഴുങ്ങിയതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിട്ടാണ് അത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ഞാൻ പോയി എന്നിട്ടൊന്ന് കുളിക്കട്ടെ കേട്ടോ. എണീറ്റപ്പം മുതൽ കുളിക്കാൻ നടക്കുകയാണ് കേട്ടോ ഞാൻ. പക്ഷെ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പണി കാണുമ്പോൾ വിചാരിക്കും അത് കഴിഞ്ഞിട്ട് കുളിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിള്ളേരെ ഒന്ന് റെഡിയാക്കിയിട്ട് കുളിക്കാം, അതിനുശേഷം വിചാരിക്കും തുമ്പിക്ക് പൊട്ട് കുത്തിയിട്ട് കുളിക്കാം. അങ്ങനെ വിചാരിച്ച് ഇവരിൽ ഏറ്റവും ലാസ്റ്റ് കുളിച്ചത് ഞാനാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ വിളിയായിരിക്കും ഒന്ന് കുളിച്ചിട്ട് മതി ബാക്കി എല്ലാ പണികളും. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ എന്താണ് ഇങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ അതേ സുക്രമണിനെയും തുമ്പിക്കുട്ടിനെയും സുന്ദരിയും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞത് വന്നിട്ടാ. സമയം 8:15 8:40 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ സമയം പെട്ടെന്ന് തന്നെ പോയി. ഇനിയിപ്പോൾ സുക്രൂന് കുറച്ച് കഞ്ഞി കൊടുക്കാനുണ്ട്. അവൻ്റെ ടിഫിൻ ബോക്സ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് പുറം പണികളും കുറച്ച് ഇവിടെ അടിച്ച് തുടക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് കുറച്ച് നേരം പോയി തോന്നാതിയല്ലേ. അപ്പോൾ എന്തിട്ടാണ്, അപ്പോൾ ഞാൻ ചടപടേന്ന് ആക്കട്ടെ കേട്ടോ. ശുക്രമണിക്ക് ഇന്ന് പുട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ അത് കൊണ്ടുപോകാൻ തന്നാൽ മതി, എനിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കഞ്ഞി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. വേഗം കഞ്ഞി എടുത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അങ്ങനെ അതേ ഞങ്ങൾ റെഡിയൊക്കെ ആയി പോവാണേ. സൂചിയുടെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പോവാണ്. ദൈവനക്കൊക്കെ കത്തിച്ചു
നമ്മൾ ഫുഡ് ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. സുക്രുവിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങളിത് റെഡി ആയിട്ട് പോകാൻ പോവാണ് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. സുക്രുവിനെ സ്കൂളിലാക്കേണ്ട ഒരു സമയം നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതാവുമ്പോൾ അവൻ അവിടെ ആക്കിയിട്ട് നേരെ പോകാമല്ലോ. അങ്ങനെ ദേ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയി സൂചിച്ചേണ്ട ഒരു കോള് വന്നു. പിന്നെന്താണ് മഞ്ഞുള്ളത് കാരണം ഇങ്ങനെ മഴ പെയ്ത പോലെയാണ്, സീറ്റൊക്കെ നനഞ്ഞെടുക്കണം. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തു. പിന്നെന്താണ് സുക്രു പഠിക്കുന്നത് ഗുരുശ്രീ ചാപ്പാറയിലുള്ള ഗുരുശ്രീ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അതേ ടീച്ചർമാരെ സുക്രുവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ദേ വീണ്ടും അമ്പലത്തിലേക്ക് പോകാനായിട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കൊടുങ്ങല്ലൂർ ബൈപ്പാസാണ്. മനസ്സിലാവില്ല കേട്ടോ കണ്ടാൽ, ഭയങ്കര ഒരു വലിയ എവിടെയോ സ്ഥലത്ത് എത്തിയ പോലെയാണ് ഒരു ഫീലാണ്. പറഞ്ഞ പോലെ തന്നെ സൂചിയേട്ടൻ വാക്ക് പാലിച്ചു. ഞങ്ങൾക്ക് പൂരി കഴിച്ചു തന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ 1-ാം തീയതി പൂരി കഴിക്കാറുണ്ട്. അപ്പോഴൊക്കെ പൂരി കഴിക്കാറുള്ളൂ കേട്ടോ. നല്ല അടിപൊളി പൂരിയായിരുന്നു. കൊടുങ്ങല്ലൂർ ആര്യാസിന്നാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ അതേ നമ്മൾ എന്തിനാണ് അമ്പലങ്ങളിലൊക്കെ പോയി, പിന്നെ ആനാപ്പുഴയിലൊന്ന് കയറി. ഇപ്പോൾ ഒരു 11 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആനാപ്പുഴ കയറിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, ആ ഡ്രസ്സ് ഇട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മറന്നുപോയി. ഇത് കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തിട്ടു. ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇട്ടതാണ് കേട്ടോ, മേലഴുകിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മുഷിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെ ഇട്ടു. ഇനിയിപ്പോൾ വൈകുന്നേരം മേലഴുകിയിട്ട് വേറെ ഇട്ടിട്ടാണ് വിളക്കത്തിക്കുക. അങ്ങനെ അല്ലെങ്കിൽ 2 നേരമൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അലക്കാനുണ്ടാവില്ലേ. പിന്നെ അധികം വേർക്കാത്തൊരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മുഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്താണ്, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.